നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി ഡ്രിങ്ക് ആണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ഹെൽത്തി ഡ്രിങ്ക് വേണമെന്ന്. ഈ ഒരു റെസിപ്പി എൻ്റെ അമ്മയുടെ പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്ന, അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്മൂത്തിയാണ്. ശരിക്കും രാവിലെ വെറും വയറ്റിലൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ല എനർജി ആയിരിക്കും. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിനും അല്ലാതെ പലതരത്തിലുള്ള അസുഖമുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അവർക്കിപ്പം HB ഒക്കെ കുറഞ്ഞ് വളരെയധികം ടയേർഡായിരിക്കും, തലകറക്കമൊക്കെ ഉണ്ടാവും. നമ്മൾ ഇരുന്നെണീക്കുമ്പോൾ തലകറക്കും, അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പിന്നെ അത് മാത്രമല്ല, നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കായാലും ഇപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കായാലും ജോലികളൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യാൻ, നല്ല എനർജിയോട് കൂടി ദിവസം മുഴുവനും നിൽക്കാനായിട്ട് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസം മുഴുവനും നല്ല എനർജിയോട് കൂടി ജോലികളൊക്കെ ചെയ്യാനും ഒക്കെ സാധിക്കും. പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഇപ്പം ഇടാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നോമ്പ് സമയമല്ലേ, അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ ബെസ്റ്റായിട്ടുള്ള ഒരു സ്മൂത്തിയാണ്, ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ആ ദിവസം മുഴുവനും ഉണ്ടായിട്ടുള്ള ആ ഒരു ചെറിയൊരു ടയർഡ്നെസ് ഒക്കെ മാറിയുള്ളൊരു എനർജി കിട്ടാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് സഹായിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് 2 ഫിഗാണ് കേട്ടോ എടുക്കുന്നത്. 2 or 3 ഒക്കെ എടുക്കാം. ഫിഗ് എന്ന് പറയുന്നത് അത്തിപ്പഴം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള അസുഖമൊക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ഒരു ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ഈ ബോൺ ഡെൻസിറ്റി ഒക്കെ കൂട്ടാനായിട്ട് വളരെയധികം നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരി, അതായത് ബ്ലാക്ക് റേസിൻസ് ആണ്, സീഡ്ലെസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 10, 15, 20 എണ്ണം നമുക്കൊരു പിടിയിൽ ഇത്രയും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒരു 5 or 6 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബദാം ഒരു 5 or 6 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഡേറ്റ്സ് ആണ്. ഇപ്പം നല്ല വലിയ ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 5 or 6 എണ്ണം ഒക്കെ വരെ എടുക്കാം. ഇത് നമുക്ക് കുരു ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രാവിലെ കുടിക്കാനാണെങ്കിൽ ഒരു രാത്രി ഇട്ട് വെച്ചിരുന്നാൽ മതി. ഇപ്പം വൈകുന്നേരം ഇപ്പം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാനാണെങ്കിൽ രാവിലെ ഇതെല്ലാം കൂടെ എടുത്ത് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പം പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ കളറും ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ട് അങ്ങ് എടുത്തിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ആ ഒരു സിറപ്പും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം, ഒരു അരയാനായിട്ടുള്ള ഒരു പാകത്തിന്. ഇനിയിപ്പോൾ സുഖമില്ലാത്തവർക്കാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് മാത്രം അടിച്ചു കൊടുത്താൽ മതി. ഇത് അടിച്ചിട്ട് ഈ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി. നോർമൽ ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ദിവസം മുഴുവൻ നല്ലൊരു എനർജിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കാതെ അടിച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. തൊലിയൊക്കെ കുറച്ച് കറുത്തിട്ടുണ്ട്, അപ്പോൾ അതാണ് നല്ലത്. നന്നായിട്ട് മധുരമുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം അത് നമുക്ക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാവർക്കും പഴം വയറ്റിന് പറ്റണമെന്നില്ല കേട്ടോ. ചിലർക്ക് വയറിന് ഈ പഴം വെറും വയറ്റിലൊക്കെ കഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ പ്രോബ്ലം, അങ്ങനത്തെ വയറിന് ഒരു അസ്വസ്ഥതയൊക്കെ തോന്നും. അപ്പോൾ അത് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പഴം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പം അസുഖമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർക്കാതെ തന്നെ കുടിച്ചാൽ മതി. ഇപ്പം അടിച്ച് എടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒഴിക്കുകയാണ്. അതിപ്പോൾ നല്ല ചോക്ലേറ്റ് ഷേക്കൊക്കെ പോലെ ഉണ്ട് കാണാനായിട്ട്, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. എന്നാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ്, എന്നാലും അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള തന്നെ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും അമ്മ സ്ഥിരമായിട്ട് കുടിക്കുന്ന കേട്ടോ. അമ്മ പക്ഷെ പഴം ചേർക്കാറില്ല, പഴം ചേർക്കാതെ തന്നെയാണ് ഇത് കുടിക്കാറ്. പഴം ചേർക്കുമ്പം ഒരു പഴത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും. പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പഴം ചേർക്കാതെ തന്നെ കഴിച്ചാൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. മധുരം നമ്മൾ ഇട്ടിട്ടേ ഇല്ല കേട്ടോ, എന്നാലും ആവശ്യത്തിന് മധുരമുണ്ട്. ഡേറ്റ്സും ഫിഗിലും ഗ്രേപ്സിലൊക്കെ മധുരം ഉണ്ടല്ലോ, അപ്പോൾ പഴത്തിലും മധുരമുണ്ട്. അപ്പോൾ ആ ഒരു മധുരം ശരിക്കും ഇതിന് ആവശ്യത്തിനുള്ളൊരു മധുരം തന്നെയാണ്. പിന്നെ ഭയങ്കര ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. നമ്മുടെ ഷാർജ ഷേക്കും കാശ്മീരി ഷേക്കിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിക്കരുത്. എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്നെ ഒരു സ്മൂത്തിയാണ്. അപ്പോൾ നമ്മളിത് ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും ഒക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കല്ലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റ്. പിന്നെ മുടി വളരാനുള്ള ഒരു ഡ്രിങ്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പലരും ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മറന്നിട്ടൊന്നുമില്ല, ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.